ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് PUBG മൊബൈൽ ലൈറ്റിലെ ലോ ഡാമേജ് ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, PUBG മൊബൈൽ ലൈറ്റ് കളിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഏകദേശം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ലോ ഡാമേജ് എഫക്റ്റ്. നമ്മൾ 100 ബുള്ളറ്റ് കൊണ്ട് അടിച്ചാലും ഒരു എനിമി ചാവാതെ നമ്മൾ ചാവുക, അതുപോലെ തന്നെ ബോട്ട് നമ്മളെ കൊല്ലുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ലോ ഡാമേജ് എഫക്റ്റ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ലോ ഡാമേജ് എഫക്റ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വേറൊരു ഗെയിമിംഗ് ചാനലിൽ കണ്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ അത് ഞാൻ മലയാളത്തിലേക്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോൺഫിഗൊക്കെ അയാളുടെ തന്നെയാണ്. അപ്പോൾ ഞാനൊരിക്കലും എൻ്റേതായിട്ട് ഞാനിത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് വർക്കായാൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ലോ ഡാമേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു 100 വെടി വെച്ചാലും ഒരു എനിമി പോലും ചാവില്ല. അതുപോലെ തന്നെ ബോട്ട് വരെ നമ്മൾ അടിച്ചിടും. അപ്പോൾ അത്രയും പ്രോബ്ലം ഉള്ളൊരു കാര്യമാണ് ലോ ഡാമേജ് എഫക്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് 100% കുറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 80 അല്ലെങ്കിൽ ഒരു 70% കുറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോ ഡാമേജ് എഫക്റ്റിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ഫോണിൽ ലോ ഡാമേജ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല, ഞാൻ വർക്കിംഗ് ആണെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ലോ ഡാമേജ് എഫക്റ്റുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ അതിങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഫോണിൽ ലോ ഡാമേജ് ഇല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിന് 2 ഫയലാണ് വേണ്ടത്. അപ്പോൾ രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ES ഫയൽ എക്സ്പ്ലോറർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് പോവുക. അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഫയലാണ് കിട്ടുക, active.savഉം ലോ ഡാമേജ് fix.txt. അപ്പോൾ ഇതിൽ നിങ്ങൾ ലോ ഡാമേജ് fix.txt എന്നുള്ളത് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ലോ ഡാമേജ് fix.txt ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻ വരും. അതിൽ ES നോട്ട് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ എഡിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിത് ഫുള്ള് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്റ്റോട് കൊടുത്തതിന് ശേഷം കട്ടോ കോപ്പിയോ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. അപ്പോൾ കട്ടോ കോപ്പിയോ ചെയ്തതിന് ശേഷം നിങ്ങൾ കട്ടോ കോപ്പിയോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. നമ്മൾ ബാക്ക് വന്നതിന് ശേഷം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൾഡർ പോവുക. ആൻഡ്രോയിഡ് ഫോൾഡർ പോയതിന് ശേഷം നമ്മളുടെ ഡാറ്റ എന്ന് പറഞ്ഞ ഫോൾഡർ പോവുക. അവിടെ പോയതിന് ശേഷം com.10% ഫോൾഡർ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. UE for ഗെയിം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ ട്രാക്കർ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഷാഡോ ട്രാക്കർ എക്സ്ട്രാ, അതിലും ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കോൺഫിഗിൽ പോവുക. അപ്പോൾ കോൺഫിഗിൽ പോയതിന് ശേഷം ആൻഡ്രോയിഡ് പോവുക. അപ്പോൾ ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ custom.ini എന്ന് പറഞ്ഞൊരു ഒരു ഫയൽ കാണാൻ കഴിയും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ES നോട്ട് എഡിറ്ററിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് അടിച്ചിട്ട് ഇവിടെ ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈലാണെങ്കിൽ അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. താഴോട്ട് വന്നിട്ട് യൂസർ കസ്റ്റം ഡിവൈസ് പ്രൊഫൈൽ എന്നുള്ള ഭാഗം അവിടെ തൊട്ട് സെലക്ട് ചെയ്യുക, എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുകളിൽ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മുകളിലൊരു പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ ഒരു സേവ് ബട്ടണും വരും. അപ്പോൾ അത് ആ പേസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് പേസ്റ്റ് ആവുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് സേവും ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല, ബാക്ക് വന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ഫോൾഡറിൽ ഒന്നും കൂടി പോവുക. ഇതിപ്പോൾ ബാക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ഫോൾഡർ പോയിട്ട് active.sav എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് കട്ടോ അല്ലെങ്കിൽ കോപ്പിയോ ചെയ്യുക. അപ്പോൾ കട്ടോ കോപ്പിയോ ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡ് പോവുക. ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ പോവുക. com.10% എന്ന് പറഞ്ഞ ഫോൾഡർ പോവുക. അവിടെ ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ പോവുക. പിന്നെ UE for ഗെയിം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അവിടെ നിന്ന് ഷാഡോ ട്രാക്കർ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഫോൾഡർ. അതിനുശേഷം ഷാഡോ ട്രാക്കർ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഫോൾഡർ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് സേവ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ഗെയിംസ് പോവുക. അപ്പോൾ സേവ് ഗെയിംസ് പോയിട്ട് നമ്മളിവിടെ പേസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ബോക്സ് വരും, ഇത് ഓവർ റൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് ഓവർ റൈറ്റോ അല്ലെങ്കിൽ റീപ്ലേസോ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോ ഡാമേജ് ഇഷ്യൂ കുറഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ ഒരു 10-50% അല്ലെങ്കിൽ ഒരു 70% ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. AravindMenon സൈനിങ് ഓഫ്.